പ്രാപ്പോയിലിന്റെ പേരിനും ഒരിടം വേണം. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. ഓരോ നാടിന്റെയും സ്ഥലപ്പേരുകൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ആ നാടിന്റെ സാംസ്കാരികമായ പൊതുപ്രവർത്തന പ്രാധാന്യവും വികസനപരമായ താൽപ്പര്യങ്ങളും കണക്കിലെടുത്താണ്. ചെറുപുഴ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനവും കച്ചവട കേന്ദ്രങ്ങളും വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള റോഡുകളും ക്ഷേത്രവും ജുമാ മസ്ജിദുകളും പള്ളിയും സ്ഥിതി ചെയ്യുന്ന പ്രാപ്പോയിലിൽ കൂടി നിരവധി ബസ്സുകളാണ് കടന്നു പോകുന്നത്. എന്നാൽ ഈ റൂട്ടിലോടുന്ന സ്വകാര്യ KSRTC ബസ്സുകളിലൊന്നും സ്ഥലപ്പേരായി പ്രാപ്പോയിൽ എന്നില്ലാത്തത് ഒരു പോരായ്മ തന്നെയാണ്. ബസ് ബോർഡുകളിൽ അത് ഉൾപ്പെടുത്തണമെന്ന ആവശ്യം നാടിൻ്റെ കൂടി പ്രത്യേകത കണക്കിലെടുത്തുള്ളതാണ്. ചെറുപുഴ പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമാണ് പ്രാപ്പോയിൽ. പ്രാപ്പോയിൽ എന്ന പ്രദേശം പഴയ കാലഘട്ടത്തിൽ നെല്ലെടുപ്പ് സമരവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച ഒരു സ്ഥലമാണ് പ്രാപ്പോയിൽ. ഇപ്പോൾ എടുത്തു പറയാൻ തക്ക വിധം ഈ മതാതീയ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് പ്രാപ്പോയിലാണ്. അത് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബുക്ക് പ്രതിഷ്ഠയുള്ള ഒരു സ്ഥലമാണ് പ്രാപ്പോയിൽ. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വന്നു പോകുന്നത് പ്രാപ്പോയിൽ തന്നെയാണ്. ഈ റൂട്ടിലോടുന്ന ബസ്സുകൾക്ക് ബസ്സിൻ്റെ നെയിം ബോർഡിൽ പ്രാപ്പോയിലിൻ്റെ കൂടി പേര് ഉൾപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ പൊതുവായ ആവശ്യം. ചെറുപുഴ പഞ്ചായത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ വ്യാപാര കേന്ദ്രവും ടൗണുമായ പ്രാപ്പോയിലിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നുമായി 1000-ലധികം കുട്ടികളാണ് പഠിക്കുന്നത്. പാറോത്തുനീർ, പെരുന്തടം, ചൂരപ്പടവ്, എയ്യങ്കല്ല്, കുളത്തുവായ, കക്കോട്, നെല്ലിക്കളം തുടങ്ങി നിരവധി പ്രദേശങ്ങളിലെ യാത്രക്കാരാണ് പ്രാപ്പോയിലിൽ നിന്നുള്ള ബസ്സുകളെ ആശ്രയിക്കുന്നത്. പയ്യന്നൂർ, ചെറുപുഴ, തിരുമേനി റൂട്ടിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ബസ്സിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും ഇതുതന്നെ. എന്നിട്ടും പ്രദേശത്തു കൂടി ഓടുന്ന കണ്ണൂർ, പയ്യന്നൂർ ബസ്സുകളിലൊന്നും പ്രാപ്പോയിൽ എന്ന സ്ഥലപ്പേര് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ചെറുപുഴ പ്രാപ്പോയിൽ രയറോം വഴി തളിപ്പറമ്പിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സിൽ മാത്രമാണ് നിലവിൽ സ്ഥലപ്പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചെറുപുഴ കൂടാതെ പുളിങ്ങോം, കോഴിച്ചാൽ, രാജഗിരി, ജോസ്ഗിരി, തിരുമേനി തുടങ്ങിയ സമീപ പ്രദേശങ്ങളുടെ സ്ഥലനാമങ്ങൾ എല്ലാ ബസ്സുകളിലും പ്രദർശിപ്പിക്കുമ്പോൾ പ്രാപ്പോയിലിനോടുകൂടി പരിഗണന കാട്ടണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നെല്ലെടുപ്പ് സമരം നടന്ന കേന്ദ്രമെന്ന നിലയിലും സ്ഥലത്തിന് ചരിത്ര പ്രാധാന്യമുണ്ട്. പെരുന്തടത്തിനടുത്തുള്ള അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിലേക്കുള്ള റോഡും ഇതുവഴിയാണ്. കൂടാതെ പ്രാപ്പോയിൽ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം, പെരുന്തടം പ്രാപ്പോയിൽ മുസ്ലിം ജമാഅത്ത് പള്ളികൾ, സെന്റ് മേരീസ് ജ്ഞാനായ ചർച്ച്, കക്കോട്, ചൂരപ്പടവ്, എയ്യങ്കല്ല്, പാറോത്തുനീർ എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങൾ, മുളപ്ര സെന്റ് അൽഫോൺസ ദേവാലയം, മുളപ്ര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നിവയും പ്രാപ്പോയിലിനും പരിസര പ്രദേശത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. പുറം നാടുകളിൽ നിന്നും ഇവിടേക്ക് ഉത്സവത്തിനും മറ്റും വരുന്ന ആൾക്കാർക്കും ബസ് ബോർഡുകളിൽ പ്രാപ്പോയിൽ വന്നാൽ ഉപകാരപ്പെടും. ഇതിനൊക്കെ അപ്പുറം ഇന്ത്യയിലെ തന്നെ ഗ്രന്ഥപ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമായ നവപുരം മതാതീത ദേവാലയം സ്ഥിതി ചെയ്യുന്നതും പ്രാപ്പോയിലിൻ്റെ സമീപത്താണ്. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും പ്രശസ്തരായ വ്യക്തികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാറുള്ളത്. അതിനാൽ ബസ് ഓണർമാരും KSRTCയും ഇടപെട്ട് ബസിൻ്റെ ബോർഡുകളിൽ പ്രാപ്പോയിൽ ഉൾപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആഗ്രഹവും ആവശ്യവും. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.